ഇന്ത്യയിലെ പ്രമുഖ ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് പേടിഎം. പേടിഎം നിരവധി സേവനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ന് പേടിഎമ്മിന്റെ പേഴ്സണൽ ലോൺസ്. പേഴ്സണൽ ലോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകാതെ ഉടനടി നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതാണ് പേഴ്സണൽ ലോൺസ്. നിരവധി പേര് പേടിഎം മുഖേന വായ്പ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് പേടിഎം എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വായ്പ എടുക്കാവുന്ന ലൈവായിട്ട് നിങ്ങളെ കാണിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും ആരും മറക്കരുത്. എന്റെ പേര് ക്ലിൻസ് രാജ്മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് പേടിഎം എന്ന ആപ്ലിക്കേഷന്റെ ഫ്രണ്ട് പേജ്. നിങ്ങൾ ഈ പേടിഎം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് പേടിഎം. ഇവിടെ നിങ്ങൾക്ക് കാണാം നിരവധി ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. സ്കാൻ ആൻഡ് പേ, ടു മൊബൈൽ ഓർ കോൺടാക്ട്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേഴ്സണൽ ലോൺസ് എന്നുള്ളൊരു ഓപ്ഷൻ. ഈ പേഴ്സണൽ ലോൺസ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ അത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യമേ പറയുവാണ്, നിങ്ങൾ പെട്ടെന്ന് ഒരു പേടിഎം ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ ഉപഭോക്താവാകാൻ ശ്രമിച്ചാൽ ഈ വായ്പ ലഭ്യമാവുകയില്ല. നിങ്ങൾ കുറച്ചു കാലമായിട്ട് ഈ പേടിഎമ്മിന്റെ കസ്റ്റമർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാം ഗെറ്റ് അപ് ടു 3 lakh in just 2 minutes, 100% പേപ്പർലെസ്, കൊളാട്രൽ ഫ്രീ, അഫോർഡബിൾ EMIs, ഫ്ലെക്സിബിൾ ടെനർ. അതായത് 3 ലക്ഷം രൂപ വരെ 2 മിനിറ്റിനുള്ളിൽ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുമെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് എങ്ങും അപേക്ഷ നൽകേണ്ട ആവശ്യമില്ല. മൊബൈൽ മുഖേന 100% പേപ്പർലെസ് ആയിട്ട് നമുക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കും മൊബൈൽ മുഖേന. അതുപോലെ തന്നെ കൊളാട്രൽ ഫ്രീ ആണ്, ഞാൻ പറഞ്ഞു, ഈടൊന്നും നൽകേണ്ട ആവശ്യമില്ല. അഫോർഡബിൾ EMIs ആണ്. അതുപോലെ ഫ്ലെക്സിബിൾ ടെനർ, തിരിച്ചടവ് കാലാവധിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഇത് മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് ഇറ്റ് നൗ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലൊരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഇത്രയും ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. പാൻ കാർഡ് എൻ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ നമ്പർ ഒന്നും തെറ്റിപ്പോകാതെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം. അതുപോലെ പാൻ കാർഡിൽ എന്ത് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ അത് തന്നെയായിരിക്കണം നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്ര എൻ്റർ ചെയ്തതിനു ശേഷം നമ്മൾ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ആ ഓപ്ഷൻസ് എല്ലാം ടിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇതുപോലൊരു പേജ് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്, നമ്മളുടെ ജോലി സംബന്ധമായ ഡീറ്റെയിൽസ്, കമ്പനി നെയിം, എൻ്റർ ഇയർലി ഇൻകം, ഹോം അഡ്രസ്, പിൻകോഡ്, അതുപോലെ തുടങ്ങിയ വിവരങ്ങളാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ സാലറീഡ് എന്ന് കൊടുക്കുക, സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം വേറൊരു കുറച്ച് ഓപ്ഷൻ കൂടെ ഉണ്ട് അവിടെ, അതർ സോഴ്സ് ഓഫ് ഇൻകം, നോട്ട് എംപ്ലോയിഡ്. ഈ അതർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാലറി അല്ലാതെ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് അല്ലാതെ മറ്റേതെങ്കിലും ഇൻകം വരുന്നുണ്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യം അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കമ്പനി നെയിം, എൻ്റർ ഇയർലി ഇൻകം. ഇയർലി ഇൻകം എന്ന് വെച്ചാൽ നമ്മുടെ വാർഷിക വരുമാനം എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഏത് ആവശ്യത്തിനാണ് ഈ വായ്പ എടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഞാൻ പേഴ്സണൽ യൂസ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റിംഗ് ദ ബെസ്റ്റ് ഓഫർ ഫോർ യു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദിസ് കുഡ് ടേക്ക് അപ് ടു 43 seconds എന്ന് കാണാം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അവർ ആക്ച്വലി നമ്മളെ ചെക്ക് ചെയ്യുന്നത് നമ്മളുടെ പാൻ കാർഡ് നമ്മൾ കൊടുത്തു, അതുകൊണ്ട് നമ്മുടെ സിബിൽ സ്കോർ ആണ് ചെക്ക് ചെയ്യുന്നത്. കുറഞ്ഞത് ഒരു 750 മുകളിലൊക്കെ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വായ്പ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഒരു സിബിൽ സ്കോർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ലോൺ ഓഫർ ഉണ്ടോ ഇല്ലയോ എന്ന് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ലോൺ ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിക്കും ഇതുപോലെ യു ഹാവ് ഓൾറെഡി പ്രീ ക്വാളിഫൈഡ് ഫോർ പേഴ്സണൽ ലോൺ ഓഫ് ഇത്ര രൂപ എന്ന് കാണിക്കും. നിങ്ങൾക്ക് ലോൺ ഓഫർ ഇല്ലെങ്കിൽ ഇവിടെ അവർ കാണിക്കത്തില്ല, സോറി എന്ന് പറഞ്ഞ് അവരത് റിജക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ലോൺ ഓഫർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു എമൗണ്ട് കാണിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എമൗണ്ട്, നമുക്ക് അനുവദിച്ചിരിക്കുന്ന തുകയ്ക്കുള്ളിലുള്ള ഇഷ്ടപ്പെട്ട ഒരു എമൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ 3 ലക്ഷമാണ് ഞാനിപ്പോൾ സാമ്പിളായിട്ട് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു സാമ്പിൾ വീഡിയോ ആണ്. ഓക്കെ, ഈ 3 ലക്ഷത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു തുക നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ 2 ടെനർ നമുക്ക് സെലക്ട് ചെയ്യാം, ഒന്ന് 24 മാസവും ഒന്ന് 30 മാസവും. നമ്മൾ എത്ര കൂടുതൽ നമ്മൾ ടെനർ സെലക്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് പലിശ കൂടുതൽ അടയ്ക്കേണ്ടി വരും. 24 മാസമാണെങ്കിൽ മന്ത്ലി ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ EMI എത്ര രൂപയാകും തുടങ്ങിയ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ എമൗണ്ട് യു ഗെറ്റ്, നിങ്ങൾക്ക് ഇപ്പോൾ 3 ലക്ഷം രൂപയാണ് അപ്രൂവ് ആയെങ്കിൽ GST പ്രോസസ് ഫീസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് 2,76,725 രൂപയാണ്. ഇത് മാറിക്കൊണ്ടിരിക്കും, കാരണം പലിശയ്ക്കും അതുപോലെ പ്രോസസിംഗ് ഫീസിലും എപ്പോഴും ഇങ്ങനെ ആപ്ലിക്കേഷന്റെ പോളിസിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ടോട്ടൽ എമൗണ്ട് യു പേ എന്നുള്ളത് 3,59,448 രൂപയാണ്. അതായത് 3 ലക്ഷം രൂപ നമുക്ക് വായ്പ അനുവദിക്കുകയാണെങ്കിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് 2,86,725 രൂപയാണ്. എന്നാൽ നമ്മൾ പലിശ മൊത്തം തിരിച്ചടക്കേണ്ടത് 3,59,448 രൂപയാണ്. അത് തിരിച്ചടവ് കാലാവധി 24 മാസം സെലക്ട് ചെയ്തുകൊണ്ടാണ് അത് വരുന്നത്. 30 മാസം ഉണ്ട്, അത് സെലക്ട് ചെയ്ത കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും.
അപ്പോൾ നിങ്ങൾ വായ്പ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് NBFC ആണ് നിങ്ങൾക്ക് വായ്പ നൽകുന്ന ഈ ആപ്ലിക്കേഷൻ മുഖേന നിന്ന്. NBFC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. അതൊരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ്. അവർക്ക് നമുക്ക് വായ്പ ലഭ്യമാകാനും അതുപോലെ തന്നെ അതിൽ നിന്ന് പലിശ ഈടാക്കാനുള്ള അധികാരം ബാങ്കുകളെ പോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ വിത്ത് KYC എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. KYC എന്ന് പറയുമ്പോൾ നോ യുവർ കസ്റ്റമർ. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം വെരിഫൈ KYC. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ നമ്മളുടെ ഒരു സെൽഫി അപ്ലോഡ് ചെയ്യണം. സെൽഫി എന്ന് പറയുമ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെയാണ് ഈ അപേക്ഷിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണമല്ലോ. അതിനുവേണ്ടി ഒരു സെൽഫി എടുക്കും. അതുപോലെ ഒരു വീഡിയോ വെരിഫിക്കേഷൻ അവർ നടത്തും. ഓക്കെ, അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സേഫ് ആണ്, ലീഗലുമാണ്. കാരണം ഞാനിത് പറയാൻ കാരണം ചില ലേഡീസ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൈവസിക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് അവർ ചോദിക്കും. പക്ഷെ അതിനൊരു പ്രോബ്ലം ഇല്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ച് ക്ലിയർ ആയിട്ട് ഒരു സെൽഫി നമ്മൾ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അത് എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഇവർക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന പറയുന്നത് നമുക്ക് പണം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ്. ഇപ്പോൾ ഓൾറെഡി അവർ നമുക്കൊരു ലോൺ ഓഫർ നൽകിയിട്ടുണ്ട്. ചിലർക്ക് ഈ ലോൺ ഓഫർ നൽകാതെ അവർ റിജക്ട് ചെയ്യുന്നതിന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോൺ ഓഫർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ലോൺ ഓഫർ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാൻ വേണ്ടി ഏത് ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് ക്രെഡിറ്റ് ആകേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാകേണ്ടത് നിങ്ങൾ അപേക്ഷിച്ച് ആ വ്യക്തിയുടെ തന്നെ അക്കൗണ്ട് കൊടുക്കണം. മറ്റൊരാളുടെ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വായ്പ റിജക്റ്റ് ആവും. പിന്നെ മറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ഇവിടെ കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും IFSC കോഡും ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വേറൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കുള്ളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം. എഗ്രിമെന്റ് എന്ന് പറയുന്നത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുമ്പോഴാണ് എഗ്രിമെന്റ് സൈൻ ആവുന്നത്. അത് ലീഗലി വാലിഡ് ആണ്. നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ നമുക്കെതിരെ നിയമ നടപടികൾ ഈ എഗ്രിമെന്റ് വെച്ച് അവർക്ക് സ്വീകരിക്കുവാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ എഗ്രിമെന്റ് സൈൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഉടനടി നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും. ഏകദേശം ഒരു 2 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫറിങ് ഇത്ര എമൗണ്ട് ടു യുവർ അക്കൗണ്ട് എന്ന് അതിന് ശേഷം കാണിക്കും. ഓക്കെ, ഏകദേശം 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ അത് ക്രെഡിറ്റ് ആവേണ്ടതാണ്. ചില സാഹചര്യങ്ങളിൽ ക്രെഡിറ്റ് ആകാത്തായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് Paytm എന്ന ആപ്ലിക്കേഷൻ മുഖേന വായ്പ എടുക്കുന്നത്. ഇതൊരു സാമ്പിൾ വീഡിയോ ആണ്. ഇനി പലരുടെ സംശയമാണ് ഈ Paytm എന്ന ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് എങ്ങനെയാണ് തിരിച്ചടക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചിലർക്ക് ഓട്ടോ ഡെബിറ്റ് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. ഓട്ടോ ഡെബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തനിയെ ആ ഡേറ്റിനുള്ളിൽ അവർ ഡെബിറ്റ് ചെയ്തോളും. എന്നാൽ ചില സമയത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ചിലർക്ക് വരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി Paytm എന്ന ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. Paytm എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പേ ലോൺ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് വരും. ഇവിടെ നിരവധി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ബാങ്കുകളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ ഏത് ലെൻഡർ ആണ് നിങ്ങൾക്ക് വായ്പ നൽകിയത് അവരുടെ പേര് സെർച്ച് ലെൻഡർ എന്നുള്ളിടത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻസ് വരും വായ്പ തിരിച്ചടയ്ക്കാനുള്ളത്. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാങ്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ബാങ്കിന്റെ നിങ്ങളുടെ ലോൺ ID നിങ്ങൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടയ്ക്കേണ്ട ഡീറ്റെയിൽസ് അവർ കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അത് പേ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ UPI ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് പേ ചെയ്യാൻ സാധിക്കും. Paytm തന്നെ UPI ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾക്ക് അത് പേ ചെയ്യാൻ സാധിക്കും എടുത്ത വായ്പ. ഈ വായ്പയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിനുള്ള മറുപടി നൽകാവുന്നതാണ്. അനേകം പേർ ഈ വായ്പ എടുത്തിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്പെടുന്നതാണ്. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. എൻ്റെ പേര് ക്ലിൻസ് രാജ് മണിവള്ളി.